ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ പഞ്ചപാണ്ഡവരുടെ 5 അമ്പലങ്ങളുണ്ട് കേരളത്തിൽ. ഇവർ ദേശാടനത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഹസ്തിനാപുരിയിൽ രാജാവായിട്ട് പരീക്ഷിത്ത് രാജാവിനെ അവരോധിച്ച ശേഷം അവർ ദേശാടനം തുടങ്ങി. പല നാട്ടിലും സഞ്ചരിച്ച ശേഷം അവർ കേരളത്തിലെത്തി. പമ്പാ നദിയുടെ തീരത്ത് ആ പുണ്യത കണ്ട് അവരവിടെ തപസ്സനുഷ്ഠിച്ചു. അതിൽ സഹദേവൻ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണഭഗവാന്റെ ക്ഷേത്രമാണ് തൃക്കൊടിത്താനം എന്ന് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഈ അമ്പലത്തിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അമ്പലത്തിൽ കയറുമ്പോഴത്തെ വിഗ്രഹം കാണാം. ഒരു 5 അടി പൊക്കമുള്ള ഒരു സ്തൂപത്തിൽ, കല്ലിൻ്റെ സ്തൂപത്തിൽ ഒരു ബാലൻ്റെ നടുഭാഗം സ്തൂപത്തിലും കാലും തലയും 2 വശത്തായിട്ട് കാണാം. ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ ആ കാലഘട്ടത്തിൽ അധർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരെ ദ്രോഹിക്കുക, നേരാവണ്ണം അല്ലാണ്ട് കാശ് സമ്പാദിക്കുക, തെറ്റായ പ്രവൃത്തി ചെയ്യാം, ഇവരെല്ലാം തലവെട്ടി കൊല്ലുമായിരുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പ്രതിമയോട് ഇരിക്കുന്നതെന്നാണ് അറിയപ്പെട്ടത്. അതേപോലെ തന്നെ ഒരു രാജാവ് ശീവേലിക്കേശം വന്നിട്ട് പാറാവാറിന് പൈസ കൊടുത്തിട്ട് വീണ്ടും നട തുറന്ന് ദർശനം നടത്തിയെന്നു. അത് ആ നാട്ടിലെ രാജാവ് പറഞ്ഞിട്ട് പാറാവാറിൻ്റെ വധശിക്ഷ വിധിച്ചു എന്നും പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് അടുത്തത് ആലപ്പുഴ ജില്ലയിലോട്ടാണ് പോകുന്നത്. ഇവിടെയുള്ള അമ്പലം നകുലൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അത് തിരുവാൻവണ്ടൂർ എന്ന് പറയും. ഈ അമ്പലത്തിന് ശ്രീകോവിൽ നമ്മൾ ഉടുപ്പിയിലൊക്കെ കാണുന്ന പോലെ ഒരു റൗണ്ട് രീതിയിലാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് പാഞ്ചാലിക്ക് അക്ഷയപാത്രം കിട്ടി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മൂന്നാമത് നമ്മൾ പോയത് തിച്ചേറ്റു അമ്പലത്തിലാണ്. ഇവിടെ യുധിഷ്ഠിരനാണ് ശ്രീകൃഷ്ണഭഗവാൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. യുധിഷ്ഠിരൻ പൊതുവെ നുണ പറയാത്ത വ്യക്തിയാണ്. പക്ഷേ മഹാഭാരതത്തിൽ കർണനെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയൊരു നുണ, ഒരു അസത്യം ദ്രോണാചാര്യോട് പറഞ്ഞു. അതിന് പ്രായശ്ചിത്തമായിട്ട് ഇവിടെ ഒന്ന് തപസ് ചെയ്തു പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന് ശേഷം നമ്മൾ പോകുന്നതാണ് പുള്ളിയൂർ അല്ലെങ്കിൽ തിരുവുള്ളിയൂർ ക്ഷേത്രം. ഇത് ഭീമസേനാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അമ്പലത്തിലോട്ട് കയറി കഴിയുമ്പോൾ ശ്രീകോവിലിന് അടുത്ത വശത്തായിട്ട് ഒരു വലിയൊരു ഗദയുടെ ഒരു ബിംബം നമുക്ക് കാണാം. അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമസേനൻ്റെ ഗദ ഇപ്പോഴും ഈ അമ്പലത്തിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നെ അമ്പലത്തിൻ്റെ കൊടുമരം കഴിഞ്ഞ് ശ്രീകോവിലോട്ട് നമുക്ക് കയറുന്ന മെയിൻ എൻട്രൻസിന് മുമ്പായിട്ടാണ് ബലിക്കൽ. പൊതുവെ അമ്പലത്തിന് ശ്രീകോവിലിൻ്റെ വാതിലിന് ശ്രീകോവിൽ കയറുന്ന വാതിലിന് ഇടയിലായിരിക്കും ബലിക്കലുള്ളത്. ഈ കണ്ട 4 അമ്പലങ്ങളും 1000-1500 വർഷം പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത് ഒരു വേറൊരു വശമുണ്ട്, പഞ്ചപാണ്ഡവന്മാരല്ലെന്നും ആ സമയത്ത് രാജാക്കന്മാരെന്നും പറയുന്നുണ്ട്. ഏതായാലും ഈ എല്ലാ അമ്പലങ്ങളിലും ഗോശാല ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രതിമയുണ്ട്. അതേപോലെ തന്നെ അയ്യപ്പസ്വാമിയുണ്ട്, ശിവഭഗവാനുണ്ട്, ഗണപതി ദേവനുണ്ട്, മുരുകനുമുണ്ട്. ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ 4 അമ്പലങ്ങൾ കണ്ടു. സഹദേവൻ പ്രതിഷ്ഠിച്ച തൃക്കൊടിത്താനം, നകുലൻ പ്രതിഷ്ഠിച്ച തിരുവാൻവണ്ടൂർ, ഭീമസേനൻ യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തിച്ചേറ്റൂർ, ഭീമസേനൻ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂർ. ഇനി നമ്മൾ പോകുന്നതാണ് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. അതിൽ കൂടുതൽ അറിയപ്പെടുന്നത് ആറന്മുള ക്ഷേത്രം എന്നാണ്. ഇത് അർജുനൻ വിഷ്ണു ഭഗവാനെ പൂജിച്ച് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൻ്റെ അമ്പലം ഇരിക്കുന്നത് 18 പടികൾ കയറിയ ശേഷമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള വള്ളസദ്യയാണ്. വള്ളസദ്യ 2 രീതിയിലുണ്ട്. വള്ളക്കാർക്ക് കൊടുക്കുന്ന സദ്യ 64 കൂട്ടമുണ്ട്. അത് വെറുതെ അവർക്ക് കൊടുക്കുന്നതല്ല, അവരോട് ചെന്ന് പാട്ടുപാടി അനുമതി ചോദിച്ച് ഉപചാരപൂർവ്വമാണ് അവർക്ക് കൊടുക്കുന്നത്. ജനങ്ങൾക്കായിട്ടുള്ളത് 44 കൂട്ടത്തിൻ്റെയാണ്. ഞങ്ങൾ KSRTC വഴി പോയതുകൊണ്ട് തിരക്കില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റി. ഈ സദ്യയാണെങ്കിലും എൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം സദ്യയിൽ കുറേ ചുറ്റുവട്ടങ്ങളുണ്ട്. അത് എല്ലാം വിളമ്പി വെച്ചിട്ട് ചോറിടുന്ന മുമ്പ് നമ്മൾ കയറി ഇരിക്കുന്നു. ചോറ് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്, വിളക്ക് കത്തിക്കലുണ്ട്. അത് ആ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഉള്ളതാണ് ആറന്മുള കണ്ണാടി. അതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പുണ്യമായ ദിവസം 5 അമ്പലങ്ങളും ഒരുമിച്ച് പോകാൻ പോയത്. നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം. ഈ വർഷം പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ KSRTC ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരിക്കും. താങ്ക് യു, ബൈ.